ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ അതുല്യ. അപ്പോൾ നമ്മൾ എല്ലാവരും വെയിറ്റ് ചെയ്യുന്ന ഒരു എക്സാം ആണ് HSST കമ്പ്യൂട്ടർ സയൻസ് അല്ലേ. നമ്മൾ ഇത്രയും കാലം കൊണ്ട് പ്രതീക്ഷിച്ച് ഇന്ന് വരും നാളെ വരും എന്ന് പ്രതീക്ഷിച്ച് വെയിറ്റ് ചെയ്തൊരു എക്സാം ആണ്. അപ്പോൾ അത് ഇതാ എത്തിക്കഴിഞ്ഞു. ഈ വരുന്ന ഓഗസ്റ്റിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു. അപ്പം ഇതേത് മാസമായി? മെയ് മാസമായി അല്ലേ. അപ്പം ഇനി നമുക്ക് ഒരുപാട് ടൈം ഇല്ല പഠിച്ചു തുടങ്ങാൻ. അപ്പോൾ പഠിച്ചു തുടങ്ങാത്തവരാണെങ്കിൽ അപ്പോൾ ഇന്നു മുതലേ പഠിച്ചു തുടങ്ങേണ്ടിയിരിക്കുന്നു. പഠിച്ചു തുടങ്ങിയവരാണെങ്കിൽ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. നമ്മൾ ഇതുവരെ പോയ ക്വസ്റ്റ്യനിൽ നിന്നും ഒന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് കുറച്ച് ടെക്നോളജിക്കലി, അതായത് ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നോളജിയിൽ ഒരുപാട് കോഡുകളും ഒരുപാട് കാര്യങ്ങളും മാറ്റം വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ പ്രോഗ്രാമേഴ്സ് ഒക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ IT ഫീൽഡിലുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ ഈസി ആയിരിക്കും. പക്ഷേ ആ ഒരു പ്രൊഫഷൻ അല്ല നിങ്ങൾ ചൂസ് ചെയ്തെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയി തോന്നാവുന്ന ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു IT റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഇവന്റ്സ് ജനറേറ്റഡ് ബൈ ദ നോഡ് ഒബ്ജക്ട്സ് കോൾഡ്? എന്താണ് ഇവന്റ്സിനെ പറയുന്നത്? നമ്മുടെ ജാവാസ്ക്രിപ്റ്റ് അതുപോലെ തന്നെ നോഡിലൊക്കെ നമ്മൾ ഇവന്റ്സ് ജനറേറ്റ് ചെയ്യുന്നതിന് പറയുന്നത് എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തായിരിക്കും? നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? ഇതെല്ലാം നമ്മളൊരു പ്രൊഫഷണൽ പ്രോഗ്രാമേഴ്സിന്റെ രീതിയിൽ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അപ്പൊ നമുക്ക് ഇതും എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങളിൽ പല ആൾക്കാർക്കും ഗ്യാപ്പൊക്കെ ഉള്ള ആൾക്കാരുണ്ടാവും, കോഡിങ് പക്ഷേ പ്രോഗ്രാമിംഗ് മേഖലയിലുള്ള ആൾക്കാരുണ്ടാവും. അവർക്കൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇത്. പക്ഷേ നമുക്കല്ലാത്ത ആൾക്കാർക്ക്, അപ്പൊ നമ്മളൊരു IT മേഖലയിൽ അല്ലാത്ത ആൾക്കാർക്ക് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി പോവുക എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ഇവിടെ നോക്കൂ, നോഡ് ഒബ്ജക്റ്റ് ജനറേറ്റ് ചെയ്യുന്ന ഇവന്റ് എന്ന് പറയുന്നത് അത് എമിറ്റർ ആണ്. അപ്പൊ ഏതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്? എമിറ്റേഴ്സ് ആണ്. ഓക്കെ, എമിറ്റേഴ്സ് ആണ് നമ്മുടെ ഈ ഒരു എന്താ പറയുക ഇവന്റ്സിന് നമ്മൾ എമിറ്റേഴ്സ് വെച്ചിട്ടായിരിക്കും കോഡിലെ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നത്. ഇത് നമ്മൾ ഒരുപാട് വൈഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. പക്ഷെ നമ്മൾ അത്രയും വൈഡ് ആയിട്ട് പോകുന്നില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിന് മാത്രമുള്ള സമയമില്ല. അതുപോലെ തന്നെ ഇത് നമ്മുടെ ഒരു പ്രൊഫഷണൽ രീതിയിലല്ല. പക്ഷെ ഏകദേശം ചില ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നമ്മൾ അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ ഫംഗ്ഷൻ യൂസ്ഡ് ടു ഡീരജിസ്റ്റർ ഇവന്റ് ഹാൻഡ്ലർ F? അതായത് നമ്മൾ റിമൂവ് അല്ലെങ്കിൽ ഡീരജിസ്റ്റർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന കമാൻഡ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് നമ്മൾ എമിറ്റർ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുക. അപ്പൊ ഇവിടെ നോക്കൂ, ഒരുപാട് എന്താ പറയുക ഡിലീറ്റിന്റെ ഓപ്ഷൻസ് ഒരുപാടുണ്ട് അല്ലെ. ഒരു ഇവന്റ് നമ്മൾ ആഡ് ലിസണർ വെച്ചിട്ട് ഒരു ഇവന്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഇവന്റിനെ നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന കമാൻഡ്, ഡീരജിസ്റ്റർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന കമാൻഡ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഡിലീറ്റ് ഓൾ ലിസണേഴ്സ് ഉണ്ട്, ഡിലീറ്റ് ലിസണർ ഉണ്ട്, റിമൂവ് ലിസണർ നെയിം കോമ F ഉണ്ട്, റിമൂവ് ഓൾ ലിസണേഴ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് എല്ലാ ലിസണേഴ്സിനെയും റിമൂവ് ചെയ്യാനാണെങ്കിൽ നമുക്ക് റിമൂവ് ഓൾ കൊടുക്കാം. ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് F ഹാൻഡിൽ ചെയ്യുന്ന അല്ലെങ്കിൽ F എന്ന് പറയുന്നത് ഇവന്റിനെ ഡിലീറ്റ് ചെയ്യാനുള്ള ഫംഗ്ഷൻ, ആ രീതിയിലാണ് നമ്മളോട് ചോദിച്ചത് അല്ലെ. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലിസണേഴ്സ് റിമൂവ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന കമാൻഡ് ആഡ് ലിസണർ വെച്ചിട്ട് ഒരു ഇവന്റ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ റിമൂവ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഏത് കമാൻഡ് ആണെന്നുള്ളതാണ് നോക്കേണ്ടത്. അപ്പൊ ഇവിടെ യൂസ് ചെയ്യുന്നത് റിമൂവ് ലിസണർ നെയിം കോമ F, ഈ ഒരു ലിസണർ ആണ്. ഇവിടെ നമ്മൾ ഓൾ അല്ല ഡിലീറ്റ് ചെയ്യുന്നത്, ആ ഒരു F എന്ന് പറയുന്ന ഇവന്റ് മാത്രമാണ് നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നത്. സോ റിമൂവ് ലിസണർ നെയിം കോമ F എന്ന് പറയുന്ന കമാൻഡ് ആണ് ഇതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ആഡ് ചെയ്യാനും അതുപോലെ തന്നെ റിമൂവ് ചെയ്യുക, മാനിപ്പുലേറ്റ് ചെയ്യുക, ഇങ്ങനത്തെ ചെറിയ ചെറിയ കമാൻഡുകളാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. നെക്സ്റ്റ് വരുന്നത് വിച്ച് ഫംഗ്ഷൻ ഈസ് എ സിനോണിം ഫോർ ഓൺ? ഓൺ എന്ന് പറയുന്ന മെത്തേഡിന്റെ സിനോണിം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓൺ എന്ന് പറയുന്ന സമയത്ത് അവിടെ സ്റ്റാർട്ട് ചെയ്യുക അല്ലെങ്കിൽ പുതിയതായിട്ടൊന്ന് ആഡ് ചെയ്യുക എന്നുള്ളതാണ് മീൻ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ഓൺ എന്ന് പറയുന്നതിന്റെ സിനോണിം ആയിട്ട് ആഡ് ലിസണർ ആണ്. എന്താണ്? ആഡ് ലിസണർ. ഓക്കെ, പുതിയൊരു ഇവന്റ് ലിസൺ ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഫംഗ്ഷൻ ആണ് ആഡ് ലിസണർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ്? ആഡ് ലിസണർ. വിച്ച് ഓൺ എന്ന് പറയുന്ന ഫംഗ്ഷന്റെ സിനോണിം ചോദിച്ചാൽ ഓർത്തു വെക്കേണ്ടതാണ് ആഡ് ലിസണർ. ദെൻ നെക്സ്റ്റ് വരുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോർമൽ വേ ഓഫ് ഇമ്പോർട്ടിംഗ് പാക്കേജസ് ആൻഡ് ക്ലാസസ്? നമ്മളൊരു ജാവാസ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജില് നമ്മൾ പാക്കേജസ് ആൻഡ് ക്ലാസ് ഇമ്പോർട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന വേ ഏതാണ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ഇതിൽ ഏതാണ്? അത് ഏതിലാണ് ചോദിക്കുന്നത്? ജാവാസ്ക്രിപ്റ്റിലാണ് ചോദിക്കുന്നത്. ജാവാസ്ക്രിപ്റ്റ് ഒബ്ജക്റ്റ് ആയിട്ട് വെറുതെ നമുക്ക് ഇമ്പോർട്ട് ചെയ്യല. ക്വസ്റ്റ്യൻ ക്ലിയർ ആക്കണം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫോർമൽ വേ ഓഫ് ഇമ്പോർട്ടിംഗ് പാക്കേജസ് ആൻഡ് ക്ലാസസ് എന്ന് ചോദിക്കുന്നതും വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫോർമൽ വേ ഓഫ് ഇമ്പോർട്ടിംഗ് പാക്കേജസ് ആൻഡ് ക്ലാസസ് ആസ്
ജാവാസ്ക്രിപ്റ്റ് ഒബ്ജക്റ്റ്. ഈ ചോദിക്കുന്ന ചോദ്യം ഡിഫറെന്റ് ആണ്. ഓക്കെ, അതായത് ആസ് ജാവാസ്ക്രിപ്റ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്ന സമയത്ത് അവിടെ ഒരു വാരിയബിളിലേക്ക് അല്ലെങ്കിൽ ഒരു വാല്യൂലേക്ക് നമ്മൾ അസൈൻ ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അവിടെ ഒബ്ജക്റ്റിലേക്കാണ് നമ്മൾ അസൈൻ ചെയ്യേണ്ടത്. സോ നമ്മൾ വെറുതെ ഇമ്പോർട്ട് ചെയ്യല്ല, ഒരു ഒബ്ജക്റ്റിലേക്ക് അസൈൻ ചെയ്തിട്ടായിരിക്കും നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ ഏതായിരിക്കും? ഇമ്പോർട്ട് ജാവ ഡോട്ട് യൂട്ടിൽ ഡോട്ട് സ്റ്റാർ ആണോ, ഇമ്പോർട്ട് ക്ലാസ് ആണോ, ഇമ്പോർട്ട് ഡോട്ട് ക്ലാസ് ആണോ, ക്ലാസ് ഡോട്ട് ഇമ്പോർട്ട് ആണോ? അപ്പൊ നമ്മളിങ്ങനെ ഇമ്പോർട്ട് ചെയ്യുന്നത് ഇതെല്ലാം തന്നെ നിങ്ങൾ കാണാപ്പാടം പഠിക്കേണ്ട കാര്യമില്ല, പക്ഷെ ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ജാവാസ്ക്രിപ്റ്റ് ഒബ്ജക്റ്റ് ആണ്. സോ നമ്മൾ നോർമലി ഒരു എന്താ പറയാ, ഇപ്പോൾ ഹാഷ് മാപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹാഷ് ടാഗ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ജാവ ഡോട്ട് യൂട്ടിൽ ഡോട്ട് ആ ഒരു ഹാഷിന്റെ വാല്യൂ ഒക്കെ നമ്മൾ കൊടുക്കും. ഇത് നമ്മളൊരു വാരിയബിളിലേക്ക് അസൈൻ ചെയ്ത് നമ്മൾ കൊടുക്കാറുണ്ട്. ഓക്കെ, അങ്ങനെ ഒബ്ജക്റ്റ് ആയിട്ട് അസൈൻ ചെയ്ത് കൊടുക്കണം. അപ്പൊ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇമ്പോർട്ട് ക്ലാസ് എന്ന് പറയുന്ന ഈ ഒരു മെത്തേഡാണ്. ഇമ്പോർട്ട് ക്ലാസ് ജാവ ഡോട്ട് യൂട്ടിൽ ഡോട്ട് സ്റ്റാർ. ഓക്കെ, അപ്പൊ ഇത് മറന്നു പോവരുത്. രണ്ട് രീതിയിൽ ഇത് ഇമ്പോർട്ട് പാക്കേജസ് ക്ലാസ് എന്ന് പറയുന്ന സമയത്ത് നമുക്കിത് യൂസ് ചെയ്യാം. എല്ലാ പാക്കേജിനും എല്ലാ ക്ലാസ്സിനും നമ്മൾ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. പക്ഷെ ഇവിടെ ചോദിച്ചിട്ടുള്ളത് ആസ് ജാവാസ്ക്രിപ്റ്റ് ഒബ്ജക്റ്റ് എന്ന് ചോദിച്ചത് കൊണ്ട് തന്നെ ഇവിടെ ആൻസർ എന്താണ്? ഇമ്പോർട്ട് ക്ലാസ് ജാവ ഡോട്ട് യൂട്ടിൽ ഡോട്ട് സ്റ്റാർ എന്നാണ്. ഈ സ്റ്റാറിന് പകരം നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അത് നമുക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ വരുന്ന ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ ന്യൂ ജാവ അറേ ക്യാൻ ബി ക്രിയേറ്റഡ് ഇൻ ടു എ ജാവാസ്ക്രിപ്റ്റ് പ്രോഗ്രാം യൂസിങ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്ലാസസ്. നമുക്കറിയാം, നമ്മൾ അറേ ക്രിയേറ്റ് ചെയ്യാന്ന് പറയുന്നത് പല രീതിയിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ജാവാസ്ക്രിപ്റ്റിൽ നമുക്ക് അറേ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ചില പാക്കേജസ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിലേത് പാക്കേജ് അല്ലെങ്കിൽ ഇതിലേത് ക്ലാസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അറേ ക്രിയേറ്റ് ചെയ്യാനും മാനിപ്പുലേറ്റ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്നതെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇതില് ജാവ ഡോട്ട് ലാങ് ഡോട്ട് റിഫ്ലക്ട് ഡോട്ട് അറേ എന്ന് പറയുന്ന ക്ലാസ് നമുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ജാവ ഡോട്ട് ലാങ് ഡോട്ട് റിഫ്ലക്ട് ഡോട്ട് അറേ വെച്ചിട്ട് നമുക്ക് ക്ലാസ്സസ് അല്ലെങ്കിൽ അറേനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, ഗെറ്റ് ചെയ്യാം, സെറ്റ് ചെയ്യാം, മാനിപ്പുലേറ്റ് ചെയ്യാം, അതുപോലെ തന്നെ അതിന്റെ ലെങ്ത് കണ്ടുപിടിക്കാം. ഇതെല്ലാം തന്നെ നമുക്ക് ഈ ഒരു ഒറ്റ ക്ലാസ് യൂസ് ചെയ്ത് ചെയ്യാവുന്നതാണ്. നമുക്ക് ഡയറക്ട്ലി നമ്മുടെ അറേ മെൻഷൻ ചെയ്യാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ക്ലാസ് യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ജാവയിലാണ്, ജാവ സ്ക്രിപ്റ്റിലാണ് പറയുന്നത്. അപ്പം നമ്മൾ അറേ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു ക്ലാസ് ആണ്. എന്താണ്? ജാവ ഡോട്ട് ലാങ് ഡോട്ട് റിഫ്ലക്ട് ഡോട്ട് അറേ. ഓക്കെ, അപ്പൊ നമുക്ക് ഇതെന്ന് പറയുന്നത് നമ്മുടെ ഇമ്പോർട്ടന്റ് പാർട്ട് ആണോ എന്ന് ചോദിച്ചാൽ അത്ര ഇമ്പോർട്ടന്റ് അല്ല. പക്ഷേ ചില കേസുകളിൽ നമുക്കറിയാം, നമ്മൾ HSST എന്ന് പറയുന്ന സമയത്ത് +2 അധ്യാപകരാവാനാണ് അല്ലെ. അപ്പൊ നമ്മൾ കുറച്ചും കൂടെ ഹൈ ലെവലുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഏത് ലോ ലെവലുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമുക്ക് ആൻസർ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പൊ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഈ നെറ്റ് ഗേറ്റ് എന്നുള്ള ലെവലിലേക്ക് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എല്ലാ ക്വസ്റ്റ്യനും നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്കറിയാം ഇനി ഒരുപാട് സമയമില്ല. ഇത് ഏതാ മാസം? മെയ് സ്റ്റാർട്ട് ചെയ്തു അല്ലെ. അപ്പൊ മെയ്, ജൂൺ, ജൂലൈ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ടൈം കഴിഞ്ഞു. ഓഗസ്റ്റിൽ നമുക്ക് എക്സാം എക്സ്പെക്ട് ചെയ്യുന്നത് അല്ലെ. അപ്പൊ നോക്കൂ, നമ്മുടെ സമയമില്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ഒരു പുതിയ ബാച്ച്, അതായത് സിലബസ് കുറച്ചും കൂടെ നമ്മൾ എന്താ പറയാ, ആ ഒരു 3 മാസത്തേക്ക് എന്നുള്ള രീതിയിൽ കുറച്ചും കൂടി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സുകൾ മാത്രം വെച്ചിട്ട് ആ ലെവലിലുള്ള സിലബസ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് പുതിയൊരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം CC യെ കുറിച്ച് അല്ലെ. ഏതൊരു റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാലും CCയുടെ സ്റ്റുഡന്റ് ആയിരിക്കും ഫസ്റ്റ് റാങ്ക് അല്ലെങ്കിൽ സെക്കൻഡ് റാങ്ക് എന്ന് പറയുന്നത്. അപ്പൊ ഇനി വരുന്ന ഈ ഒരു HSST എക്സാമിന് നിങ്ങൾക്കും റാങ്ക് പ്രതീക്ഷിക്കുന്നുണ്ട് എങ്കിൽ, ഒരു റാങ്ക് ഹോൾഡർ ആവണമെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതാണ്. അപ്പൊ നമ്മുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. പുതിയ സിലബസ്, അതുപോലെ തന്നെ നമുക്കറിയാം ഒരു വൈഡ് സിലബസ് ആണ് നമുക്കുള്ളത്. അല്ലെങ്കിൽ നമ്മുടെ എക്സാമിന് വരുന്ന ടോപ്പിക് എന്ന് പറയുന്നത് കുറച്ച് വൈഡാണ്. പക്ഷെ അതിൽ നിന്നും നമ്മൾ ഈ ഒരു 3 മാസം കൊണ്ട് എങ്ങനെ അതിലുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പഠിക്കാം, എന്തൊക്കെ ടിപ്സ് നമ്മൾ യൂസ് ചെയ്യണം, എന്തൊക്കെ ട്രിക്ക് നമ്മൾ ഉപയോഗിക്കണം, ഇതെല്ലാം വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ബാച്ച് സെറ്റ് ചെയ്തിട്ടുള്ളത്. സിലബസ്, സ്റ്റഡി പ്ലാൻ ഉണ്ടാവും, ക്യാപ്സ്യൂൾസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ്, ഇതിൽ പല ആൾക്കാരും ആദ്യമായിട്ടായിരിക്കും ചിലപ്പോൾ PSC എഴുതുന്നുണ്ടാവുക. അപ്പൊ അവർക്കൊക്കെ ഈ PSC എഴുതുന്നത് ടൈമിങ്ങിന്റെ കാര്യങ്ങളും ക്വസ്റ്റ്യൻ ഹാൻഡിൽ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ കൺഫ്യൂഷൻസ് ഉണ്ടാവും. അപ്പൊ ഒരുപാട് മോഡൽ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അവര് മോക്ക് എക്സാം പോലെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എന്ത് കിട്ടും? ആ ഒരു എക്സാമിനോടുള്ള പരിചയം വരും. സോ അതിനുള്ള എല്ലാ രീതിയിലുള്ള എക്സാമുകളും നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ് ഉണ്ട്,
അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ ഹൗസ് വൈഫ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. എനിക്ക് പറ്റുമോ, എനിക്ക് പഠിക്കാൻ പറ്റുമോ എന്ന് ചിന്തിക്കുന്ന ഒത്തിരി പേരുണ്ടാവും അല്ലേ. അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ മെന്ററിങ് 24 hours നമ്മൾ മെന്ററിങ് സപ്പോർട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് ആവശ്യത്തിനും നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ലൈവ് ക്ലാസ്സുകൾ, നിങ്ങൾക്ക് ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ലൈവ് ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് ആ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാവുന്നതാണ്. അപ്പൊ ഇതൊന്നും ഞാൻ പറയേണ്ട, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് CCയുടെ ഓരോ സിലബസും അതുപോലെ തന്നെ CCയുടെ ഓരോ ക്ലാസിന്റെ ഗുണത്തെ പറ്റിയും. ഓക്കെ, അപ്പം ഇന്ന് തന്നെ ജോയിൻ ചെയ്തോളാം. ഇനിയും വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരു മാസത്തേക്കാവുമ്പോൾ നമ്മൾ ഹറിബറി ആയിട്ട് പഠിക്കേണ്ടി വരും. അപ്പൊ എന്താണ്, പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്ത് ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തോളാം. ഒരു പ്ലാനിങ്ങോട് കൂടി, ഒരു ടൈം വെച്ചിട്ട് ആ ഒരു പ്ലാനിങ്ങിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കും നല്ലൊരു റാങ്ക് ഹോൾഡർ ആവാൻ സാധിക്കും. അപ്പം ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലത്തെ പുതിയ വീഡിയോസുമായിട്ട് ഞങ്ങൾ ഇനിയും വരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.